ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിത്വ സവിശേഷതകളുണ്ട്. അതുകൊണ്ട് ഏത് കാര്യത്തിനാണെങ്കിലും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറണം. അതുപോലെ ദാമ്പത്യത്തിനകത്താണെങ്കിലും യുക്തിപരമായിട്ട് പ്രവർത്തിക്കേണ്ട പല മേഖലകളുമുണ്ട്. തന്നെയല്ല, ഇതിനകത്ത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ പങ്കാളികൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. പുരുഷനെ സംബന്ധിച്ച് പൗരുഷമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആത്മവിശ്വാസത്തെ സ്വാധീനിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് ഏത് രീതിയിൽ പെരുമാറണം, എങ്ങനെ പെരുമാറണമെന്നൊക്കെ സ്ത്രീ പങ്കാളിക്കും ഒരു ധാരണയുണ്ട്. ഇടയ്ക്കൊക്കെ ആ രീതിയിലാണ് അവരുടെ ഫാൻറ്റസി പോകുന്നത്. ചിലർക്കാണെങ്കിൽ ഇതിനകത്ത് ചില മെത്തേഡ് ചെയ്തെങ്കിൽ മാത്രമേ പൂർണ്ണ സംതൃപ്തി കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ സമയത്തും എങ്ങനെ റിയാക്റ്റ് ചെയ്യണം, എങ്ങനെ റെസ്പോൺസ് ചെയ്യണം, ഇതൊക്കെ പങ്കാളികൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. കാരണം നമ്മളിപ്പോൾ ഒരു കാര്യം ഷെയർ ചെയ്യുമ്പം അതിനകത്ത് പൂർണ്ണമായും സംതൃപ്തി വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കൂട്ടരും വിചാരിക്കണം. ചിലരെ സംബന്ധിച്ച് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ ഇത് പുരുഷൻ്റെ മാത്രമുള്ള ഒരു ആവശ്യമാണ്, അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരു മനോഭാവമാണ്. എന്നാൽ ആരോഗ്യമുള്ള എല്ലാ സ്ത്രീകളും ഇത് ചില സമയത്ത് വളരെയേറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം സ്നേഹത്തിൻ്റെ ഊർജവും കാമത്തിൻ്റെ ഊർജവും ചില സാഹചര്യത്തിൽ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കാറുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് കാഴ്ചയെക്കാട്ടിലും അല്ലെങ്കിൽ ചിന്തയെക്കാട്ടിലും ഒക്കെ ഉപരിയായിട്ട് സ്പർശനത്തിൽ കൂടിയാണ് അവർ ഈ ഒരു മൂഡിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ പുരുഷൻ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പങ്കാളി ഏത് സമയത്താണ് തീവ്രമായിട്ട് ഇത് ആഗ്രഹിക്കുന്നത്, ആ സമയത്തുള്ള ചില ക്രിയകളാണ് അവർക്ക് പൂർണ്ണ സംതൃപ്തി ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം ചില പെരുമാറ്റത്തിൽ കൂടി ചില റെസ്പോൺസിൽ കൂടിയൊക്കെ അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് രണ്ട് കൂട്ടരും ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മനസ്സിലാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഇഷ്ടങ്ങളും അനുഭൂതികളും നമ്മൾ പങ്കാളികളെ അറിയിക്കുന്ന പോലെ തന്നെ ഇതിനകത്ത് എന്ത് ഇഷ്ടമല്ല എന്നും അറിയിക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് പുരുഷൻ്റെ ജോലി കുറച്ച് ഈസിയാക്കുന്ന ചില രീതികളും ഉണ്ട്. എന്നുവെച്ചാൽ ഇതിനൊരു മണിക്കൂർ മുമ്പ് തന്നെ പങ്കാളിയിൽ ഇതിനുള്ളൊരു മാനസിക സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയണം. ഈ സമയത്ത് അവരുടെ മനസ്സിന് കുറച്ച് സന്തോഷം ഉണ്ടാക്കുന്ന, എനർജി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയണം, അല്ലെങ്കിൽ ആ രീതിയിൽ പെരുമാറണം. അതുപോലെ ഓരോരുത്തർക്കും വികാരത്തിൻ്റെ ചില സ്വിച്ചുകളുണ്ട്, അത് മനസ്സിലാക്കി ചില ക്രിയകൾ ചെയ്യണം. മാരടത്തിൽ ഫോക്കസ് ചെയ്യേണ്ട ചില സാഹചര്യങ്ങളുണ്ട്, ചില സമയങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഏത് ഭാഗത്താണോ കൂടുതൽ എനർജി ലെവൽ വരുന്നത് ആ ഭാഗത്തെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ആ സമയത്ത് ശരീരവും മനസ്സും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പങ്കാളികൾ തമ്മിലുള്ള ആകർഷണം, സ്നേഹബന്ധം ഒക്കെ ശക്തിപ്പെടാനായിട്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ ഒരു കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആശ്രയിക്കണം. അതുപോലെ തന്നെ പങ്കാളിയുടെ ഇഷ്ടം അറിഞ്ഞ് പെരുമാറുകയും വേണം. അതുപോലെ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു കാര്യത്തിനകത്ത് ഒരാൾക്ക് സംതൃപ്തി കിട്ടുന്നത് ഒരു രീതിയിൽ മാത്രമല്ല, പല രീതിയിൽ കൂടിയും പൂർണ്ണ സംതൃപ്തി കണ്ടെത്താൻ പറ്റും, പ്രത്യേകിച്ചും സ്ത്രീ പങ്കാളിക്ക്. പല പുരുഷന്മാരെ സംബന്ധിച്ചും അവരുടെ പെർഫോമൻസ് ലെവല് എല്ലായ്പ്പോഴും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ചില സാഹചര്യത്തിൽ മസാജിൽ കൂടി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റും. തന്നെയല്ല, ഓൾട്ടർനേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് ശീലമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പങ്കാളികളെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ടെൻഷനില്ല. അതുപോലെ രണ്ട് കാര്യത്തിൻ്റെ ഉപയോഗം ഈ ഒരു എനർജി ലെവലിനെ വളരെയേറെ കൂട്ടുന്നതാണ്. ഒന്ന് നാവ്, മറ്റൊന്ന് കൈവിരൽ. അതുപോലെ തന്നെ നമ്മുടെ മനസ്സാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അതുപോലെ എല്ലായ്പ്പോഴും ആ ഒരു പെർഫോമൻസ് ലെവല് അല്ലെങ്കിൽ ആ ഒരു എനർജി ലെവല് കീപ്പ് ചെയ്യണമെന്നില്ല. ചില സമയത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് നല്ല താല്പര്യം കാണും പങ്കാളികളിൽ, എന്നാൽ മറ്റേ ആൾക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടാകണമെന്നില്ല. ഈ സമയത്ത് സാധാരണ രീതിയിൽ കൂടി അല്ലാതെ പകരത്തിന് മറ്റൊരു മെത്തേഡ് ഉണ്ടെങ്കിൽ വളരെ സഹായകരമായിരിക്കും. ഇതിനകത്ത് ഫ്ലെക്സിബിലിറ്റി കിട്ടാനായിട്ട് രണ്ട് കൂട്ടരും ആ ഒരു ദുരഭിമാനം ഉണ്ടല്ലോ എടുത്തങ്ങ് കളയണം. ഈ ഒരു കാര്യം നിങ്ങളുടെ മാത്രം ചോയ്സാണ്, നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള ഒരു അവകാശമാണ്. ചിലരെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ആശങ്ക, ഭയം, ഉത്കണ്ഠ ഇതൊക്കെ വളരെ കൂടുതലാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നല്ല നല്ല ഫാൻറ്റസികൾ വരാനായിട്ട് മനസ്സെപ്പോഴും ഫ്രീ ആക്കി ഇട്ടേക്കണം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.